ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ക്യാൻഡിലിൻ്റെ ബേസിക്കാണ്. നമുക്ക് രണ്ട് രീതിയിലുള്ള ക്യാൻഡിലാണുള്ളത്, ബെയറിഷ് ക്യാൻഡിൽ ആൻഡ് ബുള്ളിഷ് ക്യാൻഡിൽ. എന്തിനാണ് ക്യാൻഡിലിനെ നമുക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്യാൻഡിൽ നോക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒരു കോയിൻ്റെ ഓപ്പണിംഗ് പ്രൈസ്, ക്ലോസിംഗ് പ്രൈസ്, അതുപോലെ തന്നെ ലോവസ്റ്റ് ആയിട്ടുള്ള പ്രൈസ്, ഹയസ്റ്റ് പ്രൈസ്, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാൻഡിൽ ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ഓരോ ടൈം ഫ്രെയിമിലും ക്യാൻഡിൽസ് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അതായത് 1 മിനിറ്റ് മുതൽ നമുക്ക് 1 മന്ത് വരെയുള്ള ക്യാൻഡിൽസ് നിങ്ങൾ ഇവിടെ ചാർട്ടിൽ നിങ്ങൾ അനലൈസ് ചെയ്യുന്ന ചാർട്ട് എടുക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് ടൈം ഫ്രെയിം സെലക്ട് ചെയ്യാൻ പറ്റും. 1 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ്, 15 മിനിറ്റ് മുതൽ 1 അവർ, 4 അവർ, 1 ഡേ, 1 വീക്ക്, 1 മന്ത്, അങ്ങനെ നമുക്ക് ടൈം ഫ്രെയിം സെലക്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ 5 മിനിറ്റ് നിങ്ങളുടെ ചാർട്ടിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഓരോ ക്യാൻഡിൽസും 5 മിനിറ്റിനെ പ്രതിനിധീകരിക്കുന്നു. ഈ ഒരു ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് ക്ലോസിംഗ് എന്ന് പറയുന്നത് 5 മിനിറ്റിനെ ആയിരിക്കും ഈ ഒരു ക്യാൻഡിൽ കാണിക്കുന്നത്. നിങ്ങളത് 1 മണിക്കൂറിൻ്റെ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറിൻ്റെ ഓപ്പണിംഗ് പ്രൈസ് ആൻഡ് ക്ലോസിംഗ് പ്രൈസ്, ലോവസ്റ്റ് പ്രൈസ്, ഹയസ്റ്റ് പ്രൈസ് ആയിരിക്കും ആ ഒരു ക്യാൻഡിൽ കാണിക്കുന്നത്. അത് 1 വീക്ക് സെലക്ട് ചെയ്താൽ 1 വീക്കിനെ, 1 മന്ത് സെലക്ട് ചെയ്താൽ 1 മന്തിനെ, ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിലയിരുത്തുന്നത്. ഓരോ ക്യാൻഡിൽസും അതിനെയായിരിക്കും അപ്പോൾ പ്രതിനിധീകരിക്കുന്നത്. ഇനി ക്യാൻഡിലിൻ്റെ ബേസിക് നമുക്ക് നോക്കാം. ബിയറിഷ് ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ ഒരു റെഡ് കളറിലെ ഈ ഒരു ക്യാൻഡിലാണ്. ഈ ഒരു പോർഷനെ നമ്മൾ ബോഡി എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഓപ്പണിംഗ് പ്രൈസാണ് ഈ ഒരു ഏരിയയിൽ വന്ന് കാണുന്നത്. അതിന് മുകളിലേക്ക് ഒരു വിക്ക്, ഒരു ലൈൻ കാണാൻ പറ്റുന്നുണ്ട്. ഇതിനെ നമ്മൾ ഷാഡോ എന്ന് പറയുന്നുണ്ട്, വിക്ക് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിനെ നമ്മൾ ഹയസ്റ്റ് പ്രൈസ് എന്ന് പറയും. അതുപോലെ തന്നെ ഈ ഒരു ബോഡിയുടെ താഴെ പ്രൈസ് ക്ലോസ് ആയിട്ടുള്ളത് ഈ ഒരു ഏരിയ, അതിനെ നമ്മൾ ക്ലോസ് എന്ന് പറയും. അതിൻ്റെ വിക്ക് താഴേക്ക് പോയിട്ടുണ്ട്, ഷാഡോ എന്ന് പറയുന്നത്. അത് ഏറ്റവും താഴെ തുമ്പത്ത് ആ ഒരു പോയിൻറ്റിനെ നമ്മൾ എന്ത് പറയുന്നു, അതിൻ്റെ ലോവസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു പോർഷനെ നമ്മൾ ലോവർ ഷാഡോ എന്നും ഈ ഒരു പോർഷനെ നമ്മൾ അപ്പർ ഷാഡോ എന്നും പറയുന്നു. ബിയറിഷ് ക്യാൻഡിലിൻ്റെ ഓപ്പണിങ് ഇവിടെ, ക്ലോസിങ് താഴെ. ഇനി നമ്മൾ ബുള്ളിഷ് ക്യാൻഡിലേക്ക് വരുമ്പോൾ ബാക്കിയെല്ലാം സെയിം തന്നെ. ഇതിനെ ബോഡി എന്ന് പറയുന്നു, അതിൻ്റെ ഓപ്പണിങ് താഴെ, ക്ലോസിങ് മുകളിൽ. ഈ ഹൈ എന്ന് പറയുന്നത് ആ ഒരു കോയിൻ്റെ പ്രൈസ് ഏറ്റവും ഹൈ ആയിട്ട് വന്നേക്കുന്നത്, ലോ എന്ന് പറയുന്നത് ആ ഒരു കോയിൻ്റെ പ്രൈസ് ഏറ്റവും കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഇതിനെ ശരിയായിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഗ്രീൻ ക്യാൻഡിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലോസിംഗ് പ്രൈസ് ഓപ്പണിംഗ് പ്രൈസിനേക്കാൾ മുകളിലാണെങ്കിൽ നമ്മളതിനെ ഗ്രീൻ ക്യാൻഡിലായിട്ട് കണക്കാക്കുന്നു. ക്ലോസിംഗ് പ്രൈസ് ഓപ്പണിംഗ് പ്രൈസിനേക്കാൾ മുകളിലാണെങ്കിൽ, അതായത് ഒരു ക്യാൻഡിൽ ഓപ്പൺ ചെയ്തു, അതിൻ്റെ ക്ലോസ് ചെയ്യുന്ന പ്രൈസ് ഓപ്പണിംഗ് ക്യാൻഡിലിനേക്കാൾ മുകളിലാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഗ്രീൻ ക്യാൻഡിലായിട്ട് കണക്കാക്കുന്നു. ഇവിടെ ഓപ്പൺ ചെയ്തു, അതിൻ്റെ ക്ലോസിങ് വന്നിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ നമ്മളതിനെ ഗ്രീൻ ക്യാൻഡിലായിട്ട് കണക്കാക്കുന്നു. ഇനി റെഡ് ക്യാൻഡിലായിട്ട് എങ്ങനെ കണക്കാക്കും? ഓപ്പണിംഗ് പ്രൈസ് ഓപ്പൺ പ്രൈസിനേക്കാൾ താഴെയാണെങ്കിൽ അത് നമ്മൾ റെഡ് ക്യാൻഡിലായിട്ട് കണക്കാക്കുന്നു. ഇവിടെ ഓപ്പൺ ചെയ്തു, അതിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ആയിരിക്കുന്നത് മുകളിലല്ല, താഴെ വന്ന് ക്ലോസ് ആയി. അതായത് ഓപ്പൺ ചെയ്തിരിക്കുന്ന പ്രൈസിനേക്കാൾ താഴെ വന്ന് ക്ലോസ് ആയി. അപ്പോൾ നമ്മളതിനെ റെഡ് ക്യാൻഡിലായിട്ട് കണക്കാക്കുന്നു. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു 100 രൂപയ്ക്ക് ഉള്ള ഒരു സ്റ്റോക്ക് വാങ്ങുന്നു. അതായത് ഇവിടെ ഓപ്പൺ പ്രൈസ് എന്നുള്ള ഏരിയയിൽ വെച്ച് സ്റ്റോക്കിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ നിങ്ങളുടെ കോയിൻ്റെ പ്രൈസ് 100 രൂപയായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ കോയിൻ വാങ്ങുന്നു. അതിനുശേഷം ആ കോയിൻ 150 വരെ പോയി, 150 വരെ പോയി, നേരെ തിരിച്ച് താഴേക്ക് തന്നെ വന്നു. അതിനുശേഷം അതിൻ്റെ പ്രൈസ് ഏറ്റവും താഴെ ഒരു 50 രൂപ വരെ താന്നു. അതിനുശേഷം തിരിച്ച് ആ ഒരു പ്രൈസ് ഒരു 75 രൂപയായപ്പോൾ വന്ന് ക്ലോസായി. അതായത് നിങ്ങളിപ്പോൾ 1 മണിക്കൂറാണ് എടുത്തിരിക്കുന്നത്. 1 മണിക്കൂറിൽ ഇത്രയും കാര്യങ്ങൾ ആ കോയിനിൽ നടന്നു. ഈ ഒരു ക്യാൻഡിൽ റീഡ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കും. അതായത് 110 നിങ്ങൾ വാങ്ങിയ കോയിൻ നിങ്ങൾക്ക് ഏറ്റവും ഹൈ ലെവലിലേക്ക് 150 മുകളിലേക്ക് പോയി. അതിനുശേഷം താഴ്ന്ന് ഏറ്റവും താഴെ 50 പോയി, ലാസ്റ്റ് 75 ക്ലോസ് ആയി. അപ്പോൾ ഈ ഒരു കോയിനിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 110 നമ്മൾ എൻട്രി എടുത്ത കോയിൻ 110 ക്ലോസ് ആയിരിക്കുന്നത്. അതായത് എൻട്രി തുടങ്ങിയ പ്രൈസിനേക്കാൾ, അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത പ്രൈസിനേക്കാൾ ഒരുപാട് താഴ്ന്നാണ് ക്ലോസ് ആയിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു ബിയറിഷ് ക്യാൻഡിലായിട്ട് നമ്മൾ കണക്കാക്കുന്നു. ഇത് തന്നെ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നിങ്ങളൊരു 100 രൂപയ്ക്ക് ഒരു കോയിൻ വാങ്ങുന്നു. ആ കോയിൻ മുകളിലേക്ക് താഴേക്ക് പോയി,
അതായത് 100 രൂപയ്ക്ക് വാങ്ങിച്ചു, അത് കഴിഞ്ഞൊരു 75 രൂപയ്ക്ക് വന്നു എന്ന് ചിന്തിക്കുക. അതിനുശേഷം തിരിച്ചത് വീണ്ടും മുകളിലേക്ക് കയറി ഏകദേശം ഒരു 200 രൂപയിലേക്ക് ചെന്നു. അതിനുശേഷം അവിടെ നിന്നും തിരിച്ച് താഴേക്ക് വന്ന് ഒരു 150 രൂപയിൽ ക്ലോസായി. അതായത് നിങ്ങൾ 1 മണിക്കൂറിൽ ക്യാൻഡിലെടുത്തിരിക്കുന്നത്, അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് 150 വന്ന് ക്ലോസായി. അപ്പോൾ ഇത് നമ്മൾ എൻട്രി എടുത്തത് 100-ലാണ്, 150 ക്ലോസായി. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ നമ്മളുടെ ഓപ്പൺ പ്രൈസിനേക്കാൾ മുകളിലാണ് ക്ലോസ് ആയിരിക്കുന്നത്. സോ അതുകൊണ്ട് ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലായിട്ട് കണക്കാക്കുന്നു. ഇനി ഓരോ ബിയറിഷ് ക്യാൻഡിലും ബുള്ളിഷ് ക്യാൻഡിലും മേജറായിട്ടുള്ള ക്യാൻഡിലുകളെ പറ്റിയിട്ടുള്ള വീഡിയോ അപ്കമിങ് വീഡിയോസിലൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും.